ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇത് ഞങ്ങളുടെ സൺഡേ മോർണിംഗ് ആണ് കേട്ടോ. ലേറ്റായിട്ട് സൂര്യൻ വീട്ടിനകത്ത് വന്നതിന് ശേഷമാണ് എണീക്കുക. എണീറ്റ പാടെ നമ്മൾ നോക്കുന്നത് ഒരയൊഴിച്ച് തൈരൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ഒരു ചായയൊക്കെ ഇട്ടിരുന്ന് ആദ്യം വിളിക്കുന്നത് കണ്ണൂർ അമ്മേനെയാണ്. കാരണം ഞായറാഴ്ചകളിൽ മാത്രമാണ് ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാറുള്ളൂ. അന്ന് മാത്രമാണ് അമ്മ ജോലിയില്ലാണ്ട് ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഔട്ട് ഗോയിങ് കോൾ ഞാൻ ചെയ്യുന്ന ചുരുക്കം ചിലരിൽ ഒരാൾ അമ്മ തന്നെയാണ്. അധികം പേർക്കും അങ്ങോട്ട് ചെയ്യാറില്ല. എൻ്റെ വീട്ടിലെ കോൾ എപ്പോഴും ഇൻകമ്മിങ് ആണ്. ശംഭുവിൻ്റെ റുട്ടീൻ അനുസരിച്ച് അവരിങ്ങോട്ട് വിളിക്കും. ഫോൺ കോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിച്ചു. കാരണം ശംഭുട്ടിന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കിവിയും മാങ്ങയും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കട്ട് ചെയ്ത് കഴിച്ചു. അപ്പം ശംഭു അമ്മമ്മേനോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ കടയിൽ പോവാണ് സാധനം മേടിക്കാൻ, അപ്പോൾ അതിനുള്ള ലിസ്റ്റ് ഉണ്ടാക്കുകയാണെന്നൊക്കെയാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങളൊന്ന് ചുമ്മാ നടക്കാൻ ഇറങ്ങിയതല്ല, കടയിലായിട്ട് ഇറങ്ങിയതാണ്. ഇന്ന് വണ്ടി എടുത്തില്ല, നടക്കാമെന്ന് കരുതി. അങ്ങനെ നടന്നു പോകുമ്പം നല്ല രസമല്ലേ. ഇവിടെ ഒരു വലിയ പൂമ്പാറ്റ കൂട്ടം കണ്ടു. അതുങ്ങളെ നോക്കി കുറേ നേരം അങ്ങനെ നടന്നു. നല്ല കാറ്റും മഴയും വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൂമ്പാറ്റേനെ ഒക്കെ കണ്ടിട്ട് അതിനെയൊക്കെ കാണിച്ച് ഇങ്ങനെ നടന്നു. അങ്ങനെ നടന്ന് കയറി പോകുമ്പോഴാണ് ശംഭൂട്ടൻ പറഞ്ഞത് ഇവിടെയല്ലേ എൻ്റെ കൂട്ടുകാരുടെ വീട് എന്ന്. അങ്ങനെ അവർ വീട് മാറിയതൊന്നും അവൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നടന്നു. പിന്നെ വഴി കൂടെ കാണുന്ന പട്ടിക്കും പൂച്ചയ്ക്കും പ്രാവിനും എല്ലാത്തിനും വർത്താനം പറഞ്ഞ് സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ പോയി. നല്ല രസമാണ് ഈ ഒരു മഴയില്ലെങ്കിൽ ഇതുവഴി പോകാനായിട്ട്. മഴയുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാട്ടിലും വലിയ കാറ്റാണ് ഇവിടെ. കുടയൊക്കെ പറന്നു പോവും. ഒരു വർഷം എങ്ങനെയും 3-4 കുട മേടിക്കേണ്ട അവസ്ഥയാണ്. ഇതിങ്ങനെ ഡെയിലി പുറത്തിറങ്ങുന്നവരുടെ കാര്യമാണേ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നാൾ റെയിൻകോട്ടിലായി ശംഭുവിനെ സ്കൂളിൽ കൊണ്ടുവിടാനൊക്കെ പോകുന്നത്. ഇപ്പം പിന്നെ അങ്ങ് ശീലമായി. അങ്ങനെ ഞങ്ങൾ കടയിലെത്തിയപ്പോഴത്തേന് പുള്ളി കട തുറന്നിട്ട് വിളക്കൊക്കെ കൊളുത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ചോദിച്ചു നമുക്ക് തിരക്കുണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല പറഞ്ഞു. അതുകൊണ്ട് വിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷമാണ് നമ്മൾ സാധനമൊക്കെ മേടിച്ച് വന്നത് കേട്ടോ. അപ്പോൾ ലോലിപ്പോപ്പ് കണ്ടപ്പോഴത്തേക്ക് മേടിച്ചു കൊടുത്തു. അങ്ങനെ നമുക്കും ഇങ്ങനെ കടയിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ ആഗ്രഹം കാണില്ലേ അല്ലേ. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലാണ് ഞാൻ ശംഭൂട്ടിനെ കൊണ്ട് പുറത്ത് പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ അങ്ങനെ അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ മേടിച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെ വഴിയിലൂടെ പോകുമ്പോഴത്തേനും നമ്മുടെ ഭാഗപ്പൂ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാം പൊഴിഞ്ഞു പോരുന്നുണ്ടായിരുന്നു. അതിനെയൊക്കെ കാണിച്ച് കുറേ നേരം ഇങ്ങനെ നടന്ന് ശംഭൂട്ടൻ്റെ കൂടെ ഹാപ്പി ആയിട്ട് രാവിലെ അങ്ങോട്ട് തുടങ്ങി. കാരണം എല്ലാ ദിവസവും പറ്റില്ലല്ലോ. രാവിലെ 6:45 ആകുമ്പോൾ സ്കൂളിൽ പോകുന്നതല്ലേ കുട്ടി. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ഒരു കാട് നിറയെ തത്തകളെ കണ്ടത്. 1, 2, 10, 15 ഒന്നും അല്ല, കുറേ തത്തകളുടെ കൂട്ടം. പക്ഷേ ഇതിനകത്ത് കാണാൻ കഴിയുന്നില്ലല്ലോ, മൊത്തം പച്ചയല്ലേ. ഞാൻ സൂമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ മൊത്തം പച്ചയായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൽ നിറയെ തത്തകൾ ഇരിക്കുകയാണ്, ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ട്. അങ്ങനെ കുറേ നേരം ശംഭുവിനെ കാണിക്കാനൊക്കെ ശ്രമിച്ചു. ആൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എനിക്കും അറിയില്ലായിരുന്നു ഇത്രയും തത്തകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത്. എന്തായാലും കുറേ തത്തകളുടെ ഒച്ചയും ബഹളവും ഒക്കെ കേട്ട് കുറച്ച് നേരം അവിടെ തന്നെ നിന്നു. റെഡി 1 2 3. അങ്ങനെ നമ്മൾ ചാടി ഓടിയൊക്കെ നമ്മുടെ പഴയ ഫ്രണ്ട്സ്, അതായത് ഏഴിലക്കേടിയും അഞ്ജുവിൻ്റെ ഒക്കെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി. അവരൊക്കെ നമ്മുടെ പഴയ വീഡിയോയിലുണ്ട് കേട്ടോ. അവരൊക്കെ ട്രാൻസ്ഫറായി പോയി. അപ്പോൾ എന്തായാലും ഒരു വിഷമമാണ് വീട് കാണുമ്പോൾ, വേറെ ആൾക്കാർ അവിടെ താമസിക്കുന്നത് കാണുമ്പോൾ. പക്ഷേ നാളെ നമ്മുടെ വീട്ടിലും വേറെ ആരെങ്കിലുമൊക്കെ താമസിക്കേണ്ടതാണ്. എന്നിരുന്നാലും അവിടുന്ന് ഞങ്ങൾ 2 പൂക്കൾ പറിച്ചു. അവിടെ നിറയെ തുളസിയൊക്കെ ഉണ്ട്. ഏഴിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിറയെ തുളസിയൊക്കെ പൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പൂ പറിച്ചു. നമ്മുടെ നാട്ടിൽ പണ്ട് മഴയൊക്കെ പെയ്യുമ്പം മതിലിങ്ങനെ 2 പുല്ലിങ്ങനെ കിളിച്ച് നിൽക്കില്ലേ, 2 പേരും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് തലമുറിച്ച് കളയുന്നൊരു ഗെയിമില്ലേ, പുല്ല് വെച്ചിട്ട് അതുപോലെ ശംഭൂട്ടനും ഞാനും കൂടെ കളിക്കുകയാണ്. ആരുടെ പൂവാണോ ആദ്യം താഴെ വീഴുന്നത് അവർ തോറ്റു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ശംഭൂട്ടൻ്റെ പൂ 2-3 വട്ടം താഴെ വീണു. അപ്പോൾ അവൻ എന്ത് ചെയ്തു എന്നറിയാമോ? എൻ്റെ കയ്യിലുള്ള പൂ മേടിച്ച് അവൻ്റെ കയ്യിൽ വെച്ചു. പൂവിൻ്റെ പവറാണ് പോലും. 2 കൂടെ ശംഭു ചെയ്യും. എന്തായാലും ആ പരിപാടിയൊന്നും നടന്നില്ല. എന്നിട്ടിതാ
നമ്മൾ നടന്ന് വീട്ടിലെത്തി. കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. അതിനുശേഷം വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. നമ്മൾ ഒന്നും കഴിക്കാണ്ടല്ലേ പോയത്. ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴത്തേന് ഏകദേശം ഉച്ചയൊക്കെ ആയി കേട്ടോ. എന്നിരുന്നാലും പുട്ടും കടലയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. സൺഡേസിൽ മാത്രമാണ് ഞാൻ പുട്ടും ഉപ്മാവും ഒക്കെ ഉണ്ടാക്കുകയുള്ളൂ. കാരണം സമാധാനത്തിൽ കഴിക്കാമല്ലോ. സ്കൂളിൽ പോകുമ്പോൾ വേഗം കഴിക്കുമ്പോൾ തൊണ്ടയിലൊന്നും കുരുങ്ങണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ സമയമെടുത്ത് കഴിക്കേണ്ട ഒരു ഭക്ഷണമാണല്ലോ പുട്ട്. അപ്പോൾ പുട്ടെടുത്തു. അവനും ഇതേപോലെ ഒരു കുറ്റി വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവനൊരു കുറ്റി പുട്ട് എന്തായാലും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെ ഒരു ഷേപ്പ് വരുന്ന അത്രയും മാത്രം ആക്കിയിട്ട് ഒരു 1/4 കുറ്റിയിലേക്കാളും കുറച്ചുകൂടെ കൂടുതൽ, ഒരു അരക്കുറ്റി തികച്ചില്ല, അത്രയും പുട്ട് കുറ്റി പോലെ തന്നെ അവനും ഉണ്ടാക്കി കൊടുത്തു. വയറൊക്കെ നിറഞ്ഞല്ലോ. അപ്പോൾ അതാ കുറേ നേരം പിയാനോ ഒക്കെ വായിച്ചു. അതിനുശേഷം ആൾ പുറത്ത് പോയി. കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് കളിക്കാനായിട്ട്. അങ്ങനെ ഓടി കളിക്കുകയാണ് എല്ലാവരും കൂടെ. ഉച്ചയായി. പക്ഷേ ഇനി എന്തായാലും അവൻ ലഞ്ച് കഴിക്കില്ല. അപ്പോൾ ഞാൻ എന്തായാലും ചോറ് വെക്കുന്നില്ല. കാരണം എനിക്കും വിശക്കുന്നില്ല, അവനും വിശക്കുന്നില്ല. അപ്പോൾ പിന്നെ ലഞ്ച് അങ്ങ് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവൻ്റെ കൂട്ടുകാരുടെ കൂടെ എല്ലാവരുടെയും കൂടെ കളിക്കുകയാണ് കേട്ടോ. പക്ഷേ അവർ നമ്മളെപ്പോലെ അല്ലല്ലോ. അവർ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇപ്പോൾ അതാ ലഞ്ച് കഴിക്കാൻ പോവല്ലേ. അതുകൊണ്ട് അവരിങ്ങനെ കയറി പോകുന്നപ്പോൾ ശമ്പൂട്ടൻ ഇങ്ങനെ കയറി പോന്നു. ഇവിടെ വന്നിട്ട് പിന്നെ കുറേ മുത്തും കുറേ ഷെൽസും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് മാല ഉണ്ടാക്കുകയാണ്. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ വിചാരിച്ചു, ഇവന് നമ്മുടെ നാട്ടിൽ നമ്മൾ ചെറുതിലെ നമ്മൾ കുറേ സിനിമയൊക്കെ കണ്ടല്ലേ വളർന്നത്. അങ്ങനെ ഇവന് വലിയ ശീലമൊന്നുമില്ല. ഇവരെപ്പോഴും കാർട്ടൂണിനകത്തല്ലേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആഴ്ചയിൽ ഒരിക്കൽ ഒരു സിനിമ കാണിക്കാം എന്നുള്ള രീതിയിൽ കേട്ടോ. എനിക്കും കാണാമല്ലോ. അല്ലെങ്കിൽ ഈ TV നമ്മുടെ കയ്യിൽ കിട്ടില്ല കേട്ടോ. എപ്പോഴും കുട്ടികൾ തന്നെയായിരിക്കും കണ്ടുകൊണ്ടിരിക്കുക. ഇവനും ഇവൻ്റെ കൂട്ടുകാരും ഒക്കെ വന്നിരുന്നിട്ട് അങ്ങനെ കാണുമായിരിക്കും. അപ്പോൾ അതാ അവന് ഇഷ്ടപ്പെട്ടു. സമ്മർ ഇൻ ബത്ലഹേമാണ്. എല്ലാവർക്കും അറിയാമല്ലോ, ഭയങ്കര കോമഡിയുള്ള ഒരു സിനിമയാണല്ലോ, ഒരു ഫസ്റ്റ് ഹാഫൊക്കെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് സിനിമ കണ്ടു. ആ ഒരു സമയമായപ്പോഴത്തേക്ക് ഇതാ ചമ്മൂട്ട മാലയൊക്കെ കോർത്ത് അടിപൊളിയായിട്ടുണ്ട്. ഇത് കണ്ടോ, കുറേ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെക്കുവാനെ. ഇത് ഏകദേശം 1 വയസ്സ് പിറന്നാളിൻ്റെ മറ്റോ ജുബയിലുണ്ടായിരുന്ന ഒരു ഇതാണ്. അപ്പം ഒരു പിന്ന് പോലത്തെ സാധനം കുത്തി വെക്കില്ലേ, അതാണ്. അപ്പോൾ അതിങ്ങനെ എടുത്തെല്ലാം കൂടെ പെട്ടിയിൽ വെച്ചിരുന്നതാണ്. പിന്നെ ഈ മുത്തുകൾ പണ്ട് നമ്മൾ കാർവാറിലുണ്ടായിരുന്നു. അപ്പോൾ ഗണേശനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. നമ്മുടെ വുളൻ നൂലുകൊണ്ട്, വുളൻ അല്ല മറ്റേ ആ ഒരു ക്രാഫ്റ്റ് നൂലുകൊണ്ട്. അപ്പോൾ അത് നമ്മുടെ കൗമ്പായി വീട്ടിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അതിൻ്റെ ബാക്കി വന്ന മുത്തുകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അതിങ്ങനെ കോർത്തതാ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ആൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി. അതിനുശേഷം നേരത്തെ കണ്ടല്ലോ കഴുത്തിൽ കിടക്കുന്ന മാല, അത് പൊട്ടിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ കോർത്ത് പിന്നെയും അടിപൊളിയാക്കുകയാണ്. അത് കുറേ മുത്തുകളും കുറേ എന്തെങ്കിലുമൊക്കെ ഓൺലൈൻ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറേ ഫ്രീ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് കിട്ടുമല്ലോ, കുറേ വുഡൻ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ ഇരുന്ന് ആൾ കോർക്കുകയാണ്. ആദ്യം സാധാരണ നമ്മൾ തുന്നുന്ന നൂലിൽ കോർത്തു. അത് കഴുത്തിലിട്ട് നടന്നു കുറച്ച് നേരം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് പൊട്ടിയപ്പോൾ അതാ കുറച്ചുകൂടെ കട്ടിയുള്ള നൂലിൽ മെനക്കെട്ടിരുന്ന് കോർക്കുകയാണ്. ഞാനും വിചാരിച്ചു കളിക്കട്ടെ, ഇങ്ങനെയൊക്കെയല്ലേ, ഒറ്റയ്ക്കാവുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയല്ലേ ടൈം സ്പെൻഡ് ചെയ്യുക. അങ്ങനെ ഇതാ രാവിലെ പറഞ്ഞ മഴ ഇപ്പം കാര്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ലല്ലോ. ഏകദേശം വൈകുന്നേരം 5 മണിയൊക്കെ ആയി. അപ്പോൾ പിന്നെ ചായ കുടിക്കാൻ വിചാരിച്ചു. കോഫിയാണ് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 15 ദിവസത്തിന് ശേഷമാണ് കോഫി കുടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബ്രെഡ് പക്കോടയും കൂടെ ഉണ്ടാക്കി അതും സോസും എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അത്യാവശ്യം പിന്നെ വിശക്കില്ലല്ലോ. ഇനിയിപ്പോൾ എന്തായാലും ഡിന്നറും കൂടെ സ്കിപ്പ് ചെയ്യേണ്ടി വരുമോ എന്നിങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ വേഗം ഡിന്നർ ഉണ്ടാക്കാം എന്ന് കരുതി. അപ്പം അവൻ കളിക്കാൻ പോയ സമയത്തിന് ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് താഴത്തുനിന്ന് കുറച്ച് ഫ്രണ്ട്സ് അവർ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് സ്വീറ്റ്സൊക്കെ കൊണ്ട് തന്നു. പിന്നെ അവൻ കളിക്കാൻ പോയ സമയത്ത് ഞാൻ മാറ്റിയ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അലക്കാനിട്ടു. അങ്ങനെ കുറേ പണികളൊക്കെ ഞാൻ ചെയ്ത് വീടൊക്കെ തുടച്ച് വൃത്തിയാക്കി വീണ്ടും വിളക്ക് കൊളുത്താനുള്ള സമയമായി. അപ്പം ശമ്പൂട്ടനും കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നു. എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് വിളക്ക് കൊളുത്തുക. രാവിലെ ശമ്പൂട്ടൻ ഒറ്റയ്ക്കാണ് വിളക്ക് കൊളുത്തുക. സ്കൂളിൽ പോകാനാവുമ്പോഴത്തേക്ക് വിളക്ക് കൊളുത്തിയിട്ടാണ് പോവുക. ഇപ്പോൾ നമ്മൾ രണ്ടുപേരോട് ഒരുമിച്ച് കൊളുത്തുന്നു.
ഇനിയിപ്പോൾ വിളക്ക് കൊളുത്തിയാലും ഇല്ലെങ്കിലും എല്ലാ ദിവസവും ഒരു 2-3 നേരം നമ്മൾ വീട്ടിൽ ധൂപത്തി അല്ലെങ്കിൽ ചന്ദനത്തിരിയൊക്കെ കൊളുത്തി വെക്കും കേട്ടോ. കാരണം ആ ഒരു സ്മെല്ല് നമ്മുടെ മൈൻഡിനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ നമുക്കങ്ങനെ ഡസ്റ്റ് അലർജി അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ കളിച്ചിരിക്കുമ്പോഴത്തേക്ക് ശമ്പൂട്ടൻ്റെ ഫ്രണ്ട് വന്നു, ദച്ചു. അവർ വെറുതെ വന്നതാണ്, ഇങ്ങോട്ടേക്ക് ചുമ്മാ വന്നതാണ്. അപ്പോൾ ആദ്യം ദച്ചുവിനെ കൊണ്ട് ചേട്ടൻ വിട്ടിട്ട് പോയി. ആ ഒരു സമയം കൊണ്ട് ഞാൻ വേഗം കുറച്ച് ചായയും കുറച്ച് ഉള്ളിവട എല്ലാം ഉണ്ടാക്കി. കാരണം ചേട്ടനും അരുണിമയും, അതായത് ഫ്രണ്ട്സ് എല്ലാം കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് അതായത് ഇവരുടെ ഒരു ഫാമിലി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ദച്ചു മൂത്ത കുട്ടിയാണ്. രണ്ടാമത് അവർക്കുള്ളത് 2 ട്വിൻസാണ്, 2 പെൺകുട്ടികളുടെ ട്വിൻസാണ്. അപ്പോൾ അവരും കൂടെ വരുന്നത്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ആക്കി വെക്കാമെന്ന് കരുതിയിട്ട് വേഗം ഞാൻ പോയിട്ട് ഉള്ളിവടയും ചായ ആക്കി. കാരണം അവർ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിന് വേണ്ടി മെനക്കിടുന്നത് മോശമല്ലേ, അവർ നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ. അപ്പോൾ ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ മാത്രം പുറത്തെടുക്കുന്ന കുറേ സാധനങ്ങളാണ് ഈ ടോയ്സ് എന്ന് പറയുന്നത്. ശമ്പൂട്ടൻ ഒറ്റയ്ക്കിരുന്ന ടോയ്സ് കൊണ്ട് അങ്ങനെ പൊതുവേ കളിക്കാറില്ല. അവൻ ഭയങ്കര പാത്രം, പെയിൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കത്രിക അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടാണ് കളിക്കാറുള്ളത് എപ്പോഴും. ഇവർ വന്നു കഴിയുമ്പോഴാണ് ഈ പഴയകാല ടോയ്സൊക്കെ എടുത്ത് പുറത്തെടുക്കുക. ഇവരെന്നല്ല, ഈ ശംഭുവിനേക്കാട്ടിലും ചെറിയ കുട്ടികൾ ആര് വന്നാലും എടുക്കും. ആരെങ്കിലും ഒരാളും കൂടെ വന്നാൽ അവനെടുത്ത് കളിക്കാറുണ്ട്. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് എന്തോ ഒരു പാർക്കിൽ വന്ന പോലെ പുതിയ സ്ഥലങ്ങൾ ഇവർ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. അതിനുള്ള കാരണം കൂടെ ഞാൻ പറയാം. അരുണിമയ്ക്ക് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പേടിയാണ്. കാരണം ഞാൻ ഏകദേശം ശമ്പൂട്ടൻ എത്തുന്ന രീതിയിൽ എല്ലാ സാധനവും ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കല്ലേ. നോക്കൂ, നമ്മൾ വിളക്ക് കത്തിക്കുന്നതും ടേബിളും എല്ലാം ഹൈറ്റ് കുറവാണിവിടെ. ഒന്നും മുകളിൽ പൊന്തത്തിൽ ഞാൻ എടുത്ത് വെച്ചിട്ടില്ല, എല്ലാം ഇങ്ങനെ നേരെയാണ് വെച്ചിരിക്കുന്നത്. ശമ്പൂട്ടൻ ഓർമ്മയായ കാലം തൊട്ട് ഞാൻ വിളക്കൊക്കെ ആ ഒരു ഹൈറ്റിൽ തന്നെയാണ് വെക്കുന്നത്. അവനതിൽ പോയി എടുത്ത് പിടിക്കുക അല്ലെങ്കിൽ കൈ കൊണ്ട് പൊള്ളിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കത് യൂസ്ഡാണ്, പക്ഷേ ഇവർക്കത് യൂസ്ഡ് അല്ല. അപ്പം ഈ സാധനങ്ങളൊക്കെ അവരെടുക്കും എന്ന് പറഞ്ഞിട്ട് അവൾക്ക് പേടിയായിരുന്നു കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞു എടുത്തോട്ടെ, എന്തായാലും ഒരു പ്രാവശ്യം കൊണ്ടുപോയോ എന്ന് ഞാൻ അവരുടെ വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ പറയും. അങ്ങനെ കൊണ്ടുവന്നതാണ്. പക്ഷേ എനിക്ക് ഏറ്റവും പേടിയുണ്ടായിരുന്ന കാര്യം എന്താണെന്നറിയാമോ, ഇവിടുത്തെ പ്ലഗ് പോയിൻറ്റ്സ് എല്ലാം താഴെയാണ്. അതുകൊണ്ട് ആ സാധനങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ എല്ലാവരുടെയും ബെഡിൻ്റെ അടിയിൽ വരുന്ന രീതിയിലുള്ള ഹൈറ്റിലാണ് ഇവിടുത്തെ ഫുൾ പ്ലഗ് പോയിൻറ്റും ഉള്ളത്. കണ്ടില്ലേ, ടി വിയുടെ വയറൊക്കെ താഴേക്ക് പോയിരിക്കുന്നത്. അതേപോലെ അതിൽ കുഞ്ഞുങ്ങൾ കൈയിട്ടാൽ കുറച്ച് പേടിയല്ലേ. അപ്പോൾ ഇവരല്ലെങ്കിൽ വേറെ കുഞ്ഞുങ്ങൾ ഇവിടെ കളിക്കാൻ വരുന്നതല്ലേ. ഒന്ന് നമ്മുടെ കണ്ണ് തെറ്റിക്കഴിയുമ്പോൾ എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ജീവിതകാലം നമുക്ക് വിഷമിക്കാനുള്ളതായില്ലേ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ പ്ലഗ് പോയിൻ്റ് മറച്ച് വെക്കുന്ന രീതിയിൽ സാധനങ്ങൾ നിരത്തി വെക്കും കേട്ടോ. അതുകൊണ്ട് എൻ്റെ വീട് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവർക്ക് കളിക്കാൻ കംഫർട്ടബിളായിട്ടുള്ള എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഇവിടെ എല്ലാം മാറ്റി ക്ലീനാക്കി വെക്കണം എന്നുണ്ട്. പക്ഷേ അതിലിപ്പോൾ കാര്യമില്ല. ഇപ്പം ശമ്പൂട്ടനും അവൻ്റെ ഫ്രണ്ട്സിനും കളിക്കാനുള്ള ഒരു ഏരിയയാണ്. അത് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് നമ്മൾ എത്ര ഓർഗനൈസ് ചെയ്ത് വീട് വെച്ചിട്ടും കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരാൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് പിടിക്കുന്നുണ്ട്, കറണ്ടിലും ബുക്കിലും ഒക്കെ ആയിട്ട്. അപ്പം അരുണിമ അങ്ങോട്ട് പോകാൻ നോക്കിയത്. കാരണം അതിൻ്റെ ഇടയ്ക്കാണ് ടി വിയുടെ ആ പ്ലഗ് വരുന്നത്. അപ്പം അത് മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ പേടി. അല്ലാണ്ട് ഒരു സാധനം എടുക്കുന്നോ താഴെ വീഴുന്നോ പൊട്ടുന്നോ അങ്ങനെയൊന്നും എനിക്ക് പേടിയില്ല. കാരണം പൊട്ടാൻ പാകത്തിനുള്ളതൊന്നും, അല്ലെങ്കിൽ പൊട്ടിയാൽ അവർക്ക് ഹാം ആകുന്ന രീതിയിലുള്ള സാധനങ്ങളൊന്നും ഇല്ല. പിന്നെ വിളക്കും അതും ഇതുമൊക്കെ ഉള്ളൂ. ഇപ്പോൾ വിളക്ക് കൊളുത്തിയിട്ടില്ലല്ലോ, എല്ലാം അണച്ചല്ലോ. അങ്ങനെ പിന്നെ അവർക്ക് ഡേഞ്ചറായിട്ടുള്ളതൊന്നും ഇല്ല. അങ്ങനെ അവർ നശിപ്പിക്കും എന്നുള്ള പേടി എനിക്കില്ല. പക്ഷേ കുഞ്ഞുങ്ങൾക്കൊന്നും ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ 3 പേരുടെ കണ്ണ് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ വന്നപ്പോഴത്തേക്ക് പിന്നെ പഴംപൊരി എല്ലാം കൊണ്ടുവന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചു. അതിനുശേഷം നമുക്ക് വിശപ്പുണ്ടായില്ല ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഉണ്ടാക്കി ഉള്ളിവടയും കഴിച്ചു, ബ്രെഡ് പക്കോട അല്ലാണ്ട് ചായരോടെ കഴിച്ചു. പിന്നെ അവർ പഴംപൊരിയും സ്നാക്സും ഒക്കെ കൊണ്ടുവന്നു, അതെല്ലാം കഴിച്ചു. അപ്പോൾ പിന്നെ വിശക്കില്ലല്ലോ. പിന്നെ നമ്മൾ എന്തായാലും കഴിക്കണ്ടേന്ന് കരുതിയിട്ട് രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു, അതും കൂടെ വേഗം മുറിച്ച് കഴിച്ചിട്ട് പിന്നെ ശമ്പൂട്ടൻ കുറച്ച് സ്റ്റോറി വായിക്കാൻ വേണ്ടി തുടങ്ങി. സ്റ്റോറി എല്ലാം വായിച്ചിട്ട് വേഗം കിടന്നുറങ്ങുവൻ. ഇതും ഒരു ഡെയിലി റുട്ടീൻ്റെ ഭാഗം തന്നെയാണ്. എല്ലാ ദിവസവും ഒന്നെങ്കിൽ ഒരു സ്റ്റോറി വായിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഫോണിൽ വെച്ചിട്ട് കേൾക്കും. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്റ്റോറി പറഞ്ഞു കൊടുക്കും, അത് കേട്ട് ആൾ ഉറങ്ങിക്കോളും. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കഴിഞ്ഞ ഞായറാഴ്ചകൾ അങ്ങ് പോയത്. അത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അഭിപ്രായങ്ങൾ എന്തായാലും പറയണം, ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. ടാറ്റാ.